ലതിക, അത്രയ്ക്ക് ശല്യല്ലേ അവൻ നമ്മുടെ ക്ലാസ്സില്? അത് പറയാനാ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. പലവട്ടം താക്കീത് കൊടുത്തു. ഞാനും അവനെ ശ്രദ്ധിക്കുന്നു. ക്ലാസ്സിൽ എല്ലാവർക്കും അവനൊരു ശല്യക്കാരനാ. പലരും പുറത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ. വാസ്തവമായും അതാണ് സത്യം. ഒരു വികൃതി പയ്യൻ. ആട്ടെ, എങ്ങനെയാണ് ലതികയെ അവൻ വിഷമിപ്പിച്ചത്? എന്നെ കാണുമ്പോൾ എന്നെ കുറിച്ച് വളരെ മോശമായ കമന്റ് പറയും. പിന്നെ ക്ലാസ്സിൽ ഞാൻ ഇല്ലാത്തപ്പോ ബാഗിൽ നിന്ന് പലതും മോഷ്ടിക്കും. അവനാണ് ഉത്തരവാദിയെന്ന് നിനക്ക് എന്താ ഇത്ര ഉറപ്പ്? ഞാൻ തന്നെ ബാഗിൽ നിന്നും നഷ്ടപ്പെട്ടത് അവന്റെ ബാഗിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞ എല്ലാവർക്കും അവനോട് വെറുപ്പാ. എല്ലാവരും കാണുമ്പോ അവനോടത് പ്രകടിപ്പിക്കാറുമുണ്ട്. സത്യം പറയാമല്ലോ, ഗുരുജിയെ ഓർത്താണ് പലരും മിണ്ടാത്തത്. ശരിയാണ്, അവൻ ഈ ആശ്രമത്തിലാണ് എന്നും താമസിക്കുന്നത് എന്ന് തോന്നുന്നു. ശരിയാ ജോൺ, ഇതുവരെ അവന്റെ പാരന്റ്സ് ഇവിടെ വന്ന് കണ്ടിട്ടില്ല. സഹി കെട്ടി ഞാൻ ഗുരുജിക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ പോവുക. അതുകൊണ്ടൊന്നും കാര്യമില്ല. അതെന്താണ് ജോൺ? ഗുരുജി പതിവ് പോലെ നമ്മളെ ഉപദേശിച്ചിട്ട് വിടും. മറ്റു കാര്യമൊന്നുമില്ല. ഞാനൊരു മാർഗം പറഞ്ഞു. പറയൂ. എന്തായാലും അവരെ ഇവിടെ നിന്ന് ഓടിക്കണം. ഇവിടുത്തെ കുട്ടികളുടെ എല്ലാം ആവശ്യമാണ്. ഞാനൊരു ഐഡിയ പറയാം. എന്നേക്കുമായി ഓടിക്കണം. ഒരിക്കലും ഇവിടേക്ക് അവൻ തിരിച്ചു വരരുത്. ഗുരുജിയുടെ അപ്രീതിക്ക് കാരണമാവുകയും വേണം. അതെ, അത് തന്നെ കാര്യം. എന്ത് വേണമെങ്കിലും മുടക്കാം, പക്ഷേ കാര്യം നടക്കണം. സംഗതി വളരെ സിമ്പിൾ. അവനെ ഓടിച്ചാ പോരെ. മാർഗം ഞാൻ പറഞ്ഞു തരാം. കുറച്ച് പണച്ചെലവുണ്ട്. അത് കുഴപ്പമില്ല, മറ്റുള്ളവരോട് പറഞ്ഞ് ഞാൻ അറേഞ്ച് ചെയ്യാം. പക്ഷേ ആ വികൃതി ബാബുവിനെ ഒതുക്കണം. അത് ഞാൻ ഏറ്റു. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. പറയൂ പറയൂ ജോൺ, കേൾക്കാൻ ധൃതിയായി. അവനല്ലേ ആശ്രമത്തിലെ ഇവിടുത്തെ പമ്പ് ഹൗസിന്റെ അടുത്തുള്ള മുറിയിൽ താമസിക്കുന്നത്? അവൻ അവിടെയാണല്ലോ താമസിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വാട്ടർ ടാങ്കിൽ കുറെ സോപ്പ് പൊടി കലക്കാം. എന്നിട്ട് അവന്റെ മേൽ കുറ്റം ചാർത്താം. അയ്യോ, അത് പറ്റില്ല. മറ്റുള്ളവരറിഞ്ഞാൽ പ്രശ്നമാകും. തന്നെയുമല്ല, കുടിവെള്ളമാ. തെറ്റാണ്, ഞാനില്ല. നമുക്ക് സോപ്പ് പൊടി കലക്കിയിട്ട് അവനെ ടാങ്കിലേക്ക് കയറ്റി വിട്ടാൽ മതി. അതെങ്ങനെ ശരിയാവും? അവനെ എങ്ങനെ നമ്മൾ ടാങ്കിന്റെ മുകളിൽ എത്തിക്കും? നമ്മൾ പന്തയം വെക്കുന്നു. ടാങ്കിന്റെ മുകളിൽ കയറാൻ അവന് കഴിയില്ലെന്ന്. അവൻ വാശിയോടെ അത് ഏറ്റെടുക്കും. എന്തിനും ഒരു വാശിക്കാരനാവൻ. എന്നിട്ട് ആദ്യം നമ്മൾ കലക്കും. പിന്നീട് ബാബുവിനെ വാശിയോടെ കയറ്റും. എന്നിട്ട് പിന്നെ ബാബു കയറി വാട്ടർ ടാങ്കിൽ എത്തുമ്പോൾ അവൻ വെള്ളത്തിൽ സോപ്പ് വെള്ളം കലക്കി എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരെയും വിളിക്കും. എല്ലാവരും വിളിച്ചു കൂട്ടും. ബെസ്റ്റ് ഐഡിയ. മറ്റുള്ളവർ അത് വിശ്വസിക്കുകയും ചെയ്യും. അവന്റെ അഹങ്കാരം അതോടെ നിൽക്കും. എങ്ങനെ? കൊള്ളാം. നമ്മുടെ കൂട്ടുകാരെല്ലാം പറഞ്ഞു നിർത്തണം. അതെന്തിനാ? അവന് സംസാരിക്കാൻ അവസരം കൊടുക്കരുത്. അതിനു മുമ്പ് അവന്റെ മേൽ എല്ലാവരും കംപ്ലൈന്റ് പറയണം. അങ്ങനെ എന്നേക്കുമായി അവൻ ഒഴിവാകുന്നു. എന്തായാലും അവസാനമായി അവന്റെ കാര്യം ഗുരുജിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ മാഷിനോട് പറഞ്ഞിട്ടുണ്ട്. മാഷ് നാളെ ഗുരുജിയെ കാണാൻ പോകുന്നുണ്ട്. അത് നടക്കട്ടെ. നമുക്ക് വികൃതി ബാബുവിനെ ഇവിടുന്ന് ഒഴിവാക്കണം. അതെ, അതെല്ലാവരുടെയും ആവശ്യമാണ്. എല്ലാവർക്കും ശല്യക്കാരനാവൻ.
ഒളിഞ്ഞിരുന്ന് എല്ലാവരെയും കല്ല് വലിച്ചെറിയ, ബാഗിലുള്ള സാധനങ്ങൾ ഒളിപ്പിക്കുക. മടുത്തു. ഒന്ന് ക്ഷമിക്ക്. ഉടനെ തന്നെ നമുക്ക് അവനെ ഇവിടെ നിന്ന് ഓടിക്കാം. എല്ലാവരോടും അവന് ഭയങ്കര ദേഷ്യ. ആരുമായും അവന് യാതൊരു കൂട്ടുമില്ല. വല്ലാത്ത പ്രകൃതം തന്നെ. ഏതു സമയവും ഒറ്റപ്പെട്ട അവൻ നടക്കുന്നത്. ഒറ്റയന്മാരുടെ സ്വഭാവം അവന്. ഒന്ന് നമ്മൾ അടുക്കാമെന്ന് വെച്ചാലോ ചീറിക്കൊണ്ടെടുത്തു. എല്ലാം നമ്മൾ തീർക്കും. അവനെ ഇവിടെ നിന്ന് ഓടിക്കണം. പിന്നെ ഒരിക്കലും ഇവിടേക്ക് വരരുത്. ഇക്കാര്യത്തിൽ നമ്മൾ എല്ലാം ഒരുമിച്ച് നിൽക്കണം. ഓക്കേ? ഗുരുജി മറുപടി ഒന്നും പറഞ്ഞില്ല ബാബുവിനെ പറ്റിയുള്ള കംപ്ലൈന്റിനെ കുറിച്ച്. എല്ലാം ഞാൻ അറിഞ്ഞു. എല്ലാവരും അവനെപ്പറ്റി എന്റെ അടുക്കൽ പരാതിയുമായി വന്നു. ക്ലാസ്സിലുള്ളവർ? അവരാരും ഇതുവരെ വന്നിട്ടില്ല. അവരുടെ പ്രതിനിധിയായിട്ടല്ലേ താങ്കൾ വന്നത്? അതെ, നമുക്കിതിന് അടിയന്തരമായ ഒരു പരിഹാരം കണ്ടെത്തണം. നമുക്ക് പ്രാർത്ഥിക്കാം അവന് നല്ല ബുദ്ധി തോന്നാൻ. അത് ഗുരുജി എല്ലാ തവണയും അവനെപ്പറ്റി പറയുമ്പോൾ പറഞ്ഞു വിടുന്നതാണ്. ഇനി അങ്ങനെ പറയരുത്. അതെന്താണ്? നമ്മുടെ സ്കൂളിന്റെ അടുത്ത് താമസിക്കുന്നവരുടെ വീട്ടിൽ പോലും അവൻ ശല്യക്കാരനായി തുടങ്ങി. അവരെല്ലാവരും അങ്ങേ കാണാനിരിക്കുകയാണ്. അതെന്തിന്? അവരുടെ വീട്ടിലേക്ക് കല്ല് വലിച്ചെറിയുക, അവരുടെ പറമ്പിലുള്ള കായ്ഫലങ്ങൾ പറിച്ചെടുക്കുക. അവരൊക്കെ പരാതിയുമായി അധികം വൈകാതെ എത്തും. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പ്രാർത്ഥിക്കാം അവന് നല്ല ബുദ്ധി തോന്നാൻ. ഇനിയും അങ്ങ് അങ്ങനെ പറയരുത്. കാര്യങ്ങൾ മുഴുവനും കൈവിട്ടു തുടങ്ങി. അവനെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും ഒഴിവാക്കണം. ഇറക്കി വിട്ടാൽ അവൻ എവിടെ പോകും? അതെന്താ ഗുരുജി? അവന്റെ വീട്, പാരന്റ്സ്? ആരുമില്ല അവന്. ഇപ്പോൾ തീർത്തും അനാഥൻ. മനസ്സിലായില്ല. മദ്യപാനിയും സംശയരോഗിയുമായ അച്ഛൻ സ്വന്തം ഭാര്യയെ കൊന്നതിന്റെ പേരിൽ ജയിലിലായി. അപ്പോൾ ഇവൻ? ബാബു 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ ദാരുണമായ സംഭവം നടന്നത്. ഓർമ്മ വച്ച നാൾ മുതൽ കലഹം മാത്രം കണ്ടു വളർന്ന ബാല്യം. അപ്പോൾ അത് ശരി, അതാണ് കാര്യം. എന്നും ആ വീട്ടിൽ ബഹളവും തല്ലും മാത്രമാണ് അവൻ കണ്ടിട്ടുള്ളത്. ഓർമ്മ വെച്ച നാൾ മുതൽ കാണുന്നതും അറിയുന്നതും അതാണെങ്കിൽ ഭാവി തകരാൻ മറ്റൊന്നും വേണ്ട. വീട്ടിലെ സാഹചര്യവും മാതാപിതാക്കളുടെ സ്വഭാവവും കുട്ടികളുടെ ജീവിത രീതിയിൽ നിർണായകമായ സ്വാധീനമുണ്ടെന്ന് മാഷിനറിയാമല്ലോ. എനിക്കറിയാം. ഗുരുജി തന്നെ പലവട്ടം അതെന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അതാണ് സംഭവിച്ചത്. സ്നേഹം എന്താണെന്ന് അവൻ അറിയില്ല. അവൻ കണ്ടുവളർന്നത് പരസ്പരം തമ്മിലടിക്കുന്ന മാതാപിതാക്കളെയാണ്. ഗുരുജി, സംഗതി ശരിയാ. നമ്മൾ എന്തു ചെയ്യണം ഈ അവസ്ഥയിൽ? അവന്റെ അച്ഛൻ ജയിലിലാണ്. അനാഥനായപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന്റെ നിർദ്ദേശമനുസരിച്ച് അവനെ ഞാൻ കൂട്ടിക്കൊണ്ടുപോന്നു. ഇറക്കി വിട്ടാൽ പിന്നെ അവനൊരു വലിയൊരു ക്രിമിനലായി മാറും. പിന്നെ എന്തു ചെയ്യണമെന്നാ ഗുരുജി പറയുന്നേ? അവനെ ഒതുക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്തു മാർഗം? സ്നേഹം, അത് മാത്രം. അതിനിപ്പോൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. അവനെ സ്നേഹിക്കണം. യേശുക്രിസ്തു അതാണ് നമ്മെ പഠിപ്പിച്ചത്. നമ്മൾ അത് ചെയ്യണം. ഞാൻ പറഞ്ഞാൽ കുട്ടികൾ കേൾക്കില്ല. ഗുരുജി അവരുമായി ഒന്ന് സംസാരിക്കണം. ആരാണ് ബാബുവിനെതിരെ കംപ്ലൈന്റ് നൽകുന്നതിന് മുന്നിൽ നിൽക്കുന്നത്? ആ പോലീസ് ഇൻസ്പെക്ടറുടെ മകൾ ലതികയാണ്. ശരി, ആ കുട്ടിയോട് നാളെ ആശ്രമത്തിലേക്ക് വരാൻ പറയൂ. ഞാൻ സംസാരിക്കാം. മാഷ് ബാബുവിനെ പറ്റി ഒരു ചെറു വിവരണം അവൾക്ക് കൊടുത്തേക്ക്. ശരി, ഞാൻ പോകട്ടെ? ശരി, പോയി വരൂ. പിണങ്ങി നിൽക്കുന്നവരെ ഇണക്കുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കത് ചെയ്യാം. ശരി ഗുരുജി, നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ രാവിലെ തന്നെ ഗുരുജിയെ വന്ന് കാണാൻ ഞാൻ ലതികയോട് പറയാം. ശരി. ആ, ലതികയെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഗുരുജി അത്യാവശ്യമായി വരാൻ പറഞ്ഞത്? മാഷ് ലതികയുടെ അടുത്ത് ബാബുവിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞു. എന്താ? അറിഞ്ഞപ്പോൾ എന്തു തോന്നുന്നു? ശരിയാണ്, പക്ഷേ അവന്റെ സ്വഭാവം. നമ്മെ നയിക്കുന്നതും പഠിപ്പിക്കുന്നതും സ്നേഹത്തിന്റെ ഉത്തമ ഉദാഹരണമായ യേശുക്രിസ്തുവാണ്. ശത്രുക്കളെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമാണ് അവിടുന്ന് നമ്മെ പഠിപ്പിച്ചത്. അറിയാം, പക്ഷേ അവന്റെ പെരുമാറ്റം ഭയങ്കര ബോറായിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും വെറുപ്പായി. അതെല്ലാം ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. അവൻ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അവനെ ശാസിക്കാനല്ലാതെ സ്നേഹത്താൽ ഇടപെടാൻ ശ്രമിച്ചോ? അതില്ല. അതിനവൻ കേൾക്കാൻ സാവകാശം കാണിക്കണ്ടേ? അത് നമ്മുടെ മുൻവിധിയാണ്. യേശുക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ടാൽ കോപത്തോടെ നിൽക്കുന്നവരോട്
സൗഹാർദ്ദപൂർവ്വം സംസാരിക്കാൻ നമുക്ക് കഴിയും. അവിടുന്ന് അതാണ് നമ്മെ പഠിപ്പിച്ചത്. മൃദുവായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നു. ബട്ട് ഗുരുജി, ഇതൊരു വല്ലാത്ത ജന്മം തന്നെ. എന്ത് പറഞ്ഞാലും ഒരു പ്രയോജനമില്ല. ഓരോ വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ക്രൂരനായിരുന്ന ശൗലിനെ അവിടുന്ന് ശിഷ്യനാക്കി മാറ്റിയില്ലേ? അവിടുന്ന് രൂപാന്തരപ്പെടുത്തിയില്ലേ? എല്ലാവരാലും തള്ളപ്പെടുമ്പോൾ, തിരസ്കരിക്കപ്പെടുമ്പോൾ സ്നേഹിക്കുന്നതാണ് യേശുവിന്റെ സ്നേഹം. നമുക്കവരെ സ്നേഹിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഗുരുജി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അതുപോലെ ചെയ്യാം. നീ അവനെ സ്നേഹത്തോടെ വിളിക്കണം. എന്നിട്ട് യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയണം. ഞാനോ? ഞാൻ വിളിച്ച തീർച്ചയായും വരും. ഏതൊരാളെയും കീഴടക്കുവാൻ ദൈവസ്നേഹത്തിന് മാത്രമേ കഴിയൂ. അത് മറക്കരുത്. ഗുരുജി പറഞ്ഞത് കൊണ്ട് ഞാൻ ട്രൈ ചെയ്യാം. ഉം. എന്താണ് പതിവില്ലാതെ എന്നെ അന്വേഷിച്ചത്? എല്ലാരും ഉണ്ടല്ലോ. വെറുതെ ഒന്ന് കാണാനാ. എന്നെപ്പറ്റി പുതിയ പരാതി എന്തെങ്കിലും തയ്യാറാക്കാനുള്ള കെണിയാണോ ഈ ഫ്രണ്ട്ഷിപ്പ്? അതെന്താ അങ്ങനെ പറഞ്ഞത്? എല്ലാ സൗഹൃദവും ചതിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഓർമ്മ വെച്ച നാൾ മുതൽ ബഹളവും തല്ലുമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇത് എന്തെങ്കിലും പുതിയ പ്ലാനാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. വിളിച്ച കാര്യം പറ, എനിക്ക് പോകണം, ധൃതിയുണ്ട്. എന്താണ് ഇത്ര ധൃതി? കണ്ടില്ലേ, ആ കുന്നിലുള്ള മരത്തിലൂടെ ഒന്ന് ചാടിക്കളിക്കണം. സാഹസികമായ കളികളാ എനിക്കിഷ്ടം. എന്തെങ്കിലും സംഭവിച്ചാൽ? സംഭവിച്ചാ അങ്ങ് തീർന്നു. ആർക്കും വേണ്ടാത്ത ഈ ജന്മം. ആര് പറഞ്ഞു ആർക്കും വേണ്ടെന്ന്? ബാബുവിനെ ഞങ്ങൾക്ക് വേണം, ഈ സ്കൂളിന് വേണം. എന്ത് യാഥാർത്ഥ്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? സത്യമാണോ ഇത്? ഞങ്ങൾക്കെല്ലാം നിന്നെ ഇഷ്ടമാ. നിന്റെ വികൃതികളെല്ലാം ഞങ്ങൾ തമാശയായിട്ടാ കാണാറുള്ളത്. സത്യം. എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു. ഒരുപാട്. എല്ലാവർക്കും എന്നെ കുറ്റപ്പെടുത്താനാ സമയം. എനിക്ക് തെറ്റുപറ്റി, ക്ഷമിക്കണം. തെറ്റ് ഞങ്ങൾക്കാ പറ്റിയത്. യേശുക്രിസ്തു പറഞ്ഞത് ഞങ്ങൾ മറന്നു. അവിടുന്ന് പറഞ്ഞത് എല്ലാവരെയും സ്നേഹിക്കാനാ. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നതിന് പകരം കുറ്റപ്പെടുത്തി. അതാ സംഭവിച്ചത്. എല്ലാവർക്കും എന്നെ കാണുമ്പോ പരിഹാസമാ. വികൃതി പയ്യൻ, അനുസരണയില്ലാത്തവൻ. പക്ഷെ എന്റെ വേദന അറിയാനോ എന്നോടൊന്ന് സംസാരിക്കാനോ ആർക്കും നേരമില്ല. ഇനി ഞങ്ങളുണ്ട്, നീ ഒറ്റയ്ക്കല്ല. യേശുവിന്റെ സ്നേഹത്താൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ഞാനിനി നിങ്ങളെ ഉപദ്രവിക്കില്ല. എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. ഞാനിനി നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരനായിരിക്കും.